നമുക്കിന്ന് ഈ ബീഫ് ഒന്ന് അച്ചാറിട്ട് നോക്കിയാലോ. അപ്പോൾ ഒരു റെസിപ്പി കാണാം. വൃത്തിയാക്കി വെച്ചേക്കുന്ന 2 കിലോ ബീഫാണ്. അത് നമുക്ക് നമ്മുടെ കുക്കറിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ല മിറ്റായിട്ട് ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, ഉപ്പ്, മുളക് പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കുരുമുളക് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫിനകത്തേക്ക് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബീഫിൽ എന്തൊക്കെ ഇട്ടു? ചിക്കൻ അല്ല, ബീഫ്. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് എന്തുവാ? ബീഫ് അച്ചാർ. ടേസ്റ്റി ബീഫ് അച്ചാർ. മതി. അപ്പോൾ നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 4-5 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ ഗ്യാസൊക്കെ കത്തിച്ച് നമ്മുടെ ബീഫ് വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 4-5 വിസിൽ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അച്ചാറിടാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, കടുക്, ഉലുവ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക്, ഉലുവപ്പൊടി, വിനാഗിരി, കായം, പിന്നെ കുറച്ച് ഫ്രഷ് കരിയാപ്പില. അപ്പോൾ ഇപ്പം നമ്മുടെ ബീഫ് ഒരു 4 വിസിൽ കേട്ടിട്ടുണ്ട്. നമുക്കപ്പോൾ വെന്തോന്നൊന്ന് നോക്കാം. അപ്പം നമ്മുടെ ബീഫൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം. അപ്പം നമ്മൾ ഇതുപോലെ ഒരു കണ്ണാപ്പ പാത്രം വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് കോരിയിടാം. ഇനി നമുക്ക് ബീഫ് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇതേ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി വെന്തതായതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഫ്രൈ ആയി കിട്ടിയാൽ മതി. അപ്പോൾ ഇതാണ് കേട്ടോ കറക്റ്റ് പരുവ്. ഇനി നമുക്ക് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിടാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളി അടുപ്പ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമ്മളിത് ബീഫ് ഫ്രൈ ചെയ്ത ആ എണ്ണ തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ആ എണ്ണയിലേക്ക് നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം. ഉലുവ, നമ്മുടെ ഉലുവയും കടുകും കൂടി ഒന്ന് പൊട്ടി വരട്ടെ. ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഇഞ്ചി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. മുളക് പൊടി, ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്. മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ്, നമുക്കെല്ലാം കൂടി ഇട്ടിട്ട് നമ്മുടെ മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറി വരണം. കുരുമുളക് പൊടി, ആവശ്യത്തിന് കായപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മസാലയുടെയൊക്കെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പുരട്ടിയെടുക്കണം. നമ്മുടെ മസാലയും ബീഫും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കിട്ടണം. അപ്പം തന്നെ നല്ലൊരു മണമാണ് കേട്ടോ. നന്നായിട്ടൊന്നൊരു 10 മിനിറ്റ് എടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുമ്പോഴത്തേക്കും നമ്മുടെ ബീഫ് അച്ചാർ ഇവിടെ റെഡിയാകും. അപ്പം നമ്മുടെ ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. ബീഫ് ഇഷ്ടമുള്ള എല്ലാവർക്കും എന്തായാലും നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും എന്തായാലും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.